എല്ലാവരും കാത്തിരിക്കുന്ന ആട് 3 എന്ന സിനിമ റിലീസാവാനിരിക്കെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ജയസൂര്യ എന്ന നടനെയും അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപത്നി സരിതയുമാണ്. ജയസൂര്യ ഇപ്പോൾ മിക്ക ഇൻ്റർവ്യൂകളിലും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ പയ്യനായി മലയാള സിനിമയിൽ എത്തിയ താരമാണ് ജയസൂര്യ. അതുകൊണ്ട് തന്നെ സരിതയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നു. സരിത ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടിയാണ്. ഫാഷൻ ഡിസൈനിങ് വളരെയധികം ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ അതേ മേഖലയിൽ തന്നെയാണ് കഴിയുന്നതും. എന്നാൽ എങ്ങനെയാണ് ജയസൂര്യ ആ സമയത്ത് സരിതയെ കണ്ടത് എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. പ്രണയിച്ച് വീഴ്ത്തിയത് തന്നെയാണ് എന്ന് പറയുന്നു. അതും നമ്മുടെ പേളിയുടെ ഷോയിലെത്തിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ അത്രയും പഠിച്ച് വിവരമൊക്കെയുള്ള ആളെ എനിക്ക് കിട്ടുമോ? പക്ഷെ എത്ര പഠിപ്പുണ്ടായിട്ടും വീഴുമെന്നത് ഉറപ്പാണേ എന്ന് തമാശയോടെ ചോദിച്ചുകൊണ്ട് ജയസൂര്യ തൻ്റെ പ്രണയകഥ പറഞ്ഞ് തുടങ്ങുകയായിരുന്നു. അതിലൂടെ തന്നെ പ്രണയകഥ കേൾക്കുന്ന ഓരോ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷവുമായിട്ടുണ്ടായിരുന്നു. അന്ന് ജയസൂര്യ ഒരു ടെലിവിഷൻ ഷോ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ വലിയ ആരാധികയായിരുന്നു സരിതയുടെ അമ്മുമ്മ. തൃശ്ശൂരുകാരനായ ജയസൂര്യയുടെ ഒരു സുഹൃത്തിൽ നിന്ന് ജയസൂര്യയുടെ നമ്പർ വാങ്ങി ആദ്യമായി വിളിച്ച് കണ്ട് സംസാരിച്ചു. അമ്മുമ്മയുടെ സരിതയുടെ അനിയത്തിയോടും എല്ലാം ഫോണിലൂടെ നല്ല കമ്പനിയായി. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കൊച്ചുമകളുണ്ട്, അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താമെന്നൊക്കെ അമ്മുമ്മ പറയുമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ സരിത നാട്ടിലെത്തിയപ്പോൾ അമ്മുമ്മ ഒരു ദിവസം വിളിച്ചു. സരിതയോട് ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞാൻ നല്ല സുഹൃത്തുക്കളായി, അടുത്ത സുഹൃത്തുക്കളായി, എല്ലാം തുറന്നു പറയാമെന്നുള്ള രീതിയിൽ തന്നെയുള്ള സുഹൃത്തുക്കളായി. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സരിതയോട് നല്ലൊരു പെൺകുട്ടിയെ വളയ്ക്കാനുള്ള ടിപ്സ് ചോദിച്ചു. അവളത് പറഞ്ഞു തന്നു. അവളോട് തന്നെ ഞാൻ ടിപ്സ് പ്രയോഗിച്ച് വളച്ചു. പക്ഷെ പുള്ളിക്കാരിക്ക് അത് മനസ്സിലായില്ല. അങ്ങനെ ഇമ്മണി നല്ലൊരാൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇതാണ് ജയസൂര്യ പറയുന്നത്. ഇന്ന് ജയസൂര്യയ്ക്ക് എല്ലാം ഭാര്യ സരിത തന്നെയാണ്. 2 മക്കളുണ്ട്. അവരുടെ വിശേഷങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ എത്തിക്കാറുണ്ട്. തൻ്റെ സ്റ്റൈലിസ്റ്റും ക്രിറ്റിക്കും പിന്തുണയും എല്ലാം സരിത തന്നെയാണെന്ന് ജയസൂര്യ കണ്ടും പൂട്ടി പറയാറുണ്ട്. ജയസൂര്യ ഇടുന്ന വസ്ത്രങ്ങൾക്കൊക്കെ പ്രത്യേക ശ്രദ്ധ കിട്ടാറുണ്ട്. അങ്ങനെ വലിയ താരങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സ് ഇട്ട് വരുന്നത്. ജയസൂര്യ അത്തരത്തിൽ ആദ്യമായി വന്നപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഒരു വമ്പരപ്പായിരുന്നു. എന്നാൽ സ്വന്തം ഭാര്യയുടെ ഡിസൈനിൽ പിറന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് താൻ എപ്പോഴും ഇടാറുള്ളതെന്നും അതിനെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാറുണ്ടെന്നും ഇഷ്ടപ്പെടുന്നത് മാത്രം ഇടാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ജയസൂര്യ പറയുന്നത്. അതിലൂടെ തന്നെ ജയസൂര്യ പറയുന്ന ചില കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇപ്പോൾ ഈ പ്രണയകഥ മാറുകയാണ്. ഇപ്പോൾ ആട് 3 റിലീസാവാൻ കാത്തിരിക്കെ തന്നെയാണ് ജയസൂര്യയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഓരോന്നോരോന്നും വൈറലാകുന്നത്. ഒത്തിരി അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ജയസൂര്യയുടെ പ്രണയകാലം മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.